ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് തയ്യാറാക്കിയാലോ. ഇത് തീ പോലും കത്തിക്കാണ്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വൈറ്റ് ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്ലീനായ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടെടുക്കാം. നന്നായി പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡർ ആവോളം പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കോൺഫ്ലോറും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തെടുക്കുക. നന്നായി പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തെടുക്കുന്നുണ്ട്. ഇതും നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ നമ്മളെ ക്രീം ടെക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാനിവിടെ ഒരു ഐസ് ക്യൂബ്സ് സെറ്റ് ചെയ്യുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഇതിലും ഓരോ സ്പൂൺ വീതം ഇട്ടെടുക്കാം. നമുക്കിത് നന്നായി ടാപ്പ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് തീ പോലും കത്തിക്കാണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ വൈറ്റ് ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.